നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും തേന്മഴ പെയ്യുന്ന ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സന്തോഷത്തിൽ ആനന്ദിക്കുവാനും സങ്കടങ്ങളിൽ പങ്കുചേരുവാനും നമ്മെ കാത്തിരിക്കുന്നു നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. ഈ ചുമടെടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? വീട്ടിലേക്ക് സാധനം വാങ്ങിയിട്ടുള്ള നടുപ്പല്ലേ? സംഗതി ശരി തന്നെ, പക്ഷെ ചുമടെടുക്കും തോറും ഭയങ്കര ക്ഷീണമായി പോവാ. നമ്മുടെ വീട്ടിൽ പറഞ്ഞ സൈക്കിള് വാങ്ങി തരില്ലേ? ഇങ്ങനെ നടക്കേണ്ട കല്ല കാര്യം. പിന്നെ കിട്ടും കിട്ടും. കുറെ കാലമായി ഞാൻ ചോദിക്കുന്നു. ചുമന്നോട്ട് നടന്നു, അതാ നല്ലത്. അത് തന്നെയല്ലേ കോവറെ ഈ കപില് ചെയ്യുന്നത്. കോവറെ, ഈ കെട്ട് അല്പം ഒന്ന് എടുക്കാമോ? എന്ത് ഈ കെട്ട് ഞാൻ എടുക്കാനാ? ഒന്ന് പൊക്കോടുന്നത്. അല്ല പിന്നെ ഞാൻ കൊണ്ടത് പറ്റില്ല. കോവറെ, കപില് മടുത്തു കാണും, ഒന്ന് സഹായിക്കേ. വേണ്ടാട്ടാ, എനിക്ക് സഹായിക്കാനത് സൗകര്യം എന്നെ കൊണ്ടത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഓ മടുത്തു, എനിക്ക് വയ്യ ഇനി ഇതും കൊണ്ട് നടക്കാൻ. അങ്ങനെ അത് കൊള്ളാം. അല്പം കഴിയട്ടെ. എന്റെ കയ്യിൽ സാധനമായി പോയി, ഇല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ കപിലിനെ. കോവറെ, പരസ്പര സഹായം അതാർക്കെ എപ്പോഴാ വേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ എനിക്ക് അത്ര സഹായം ആരും ചെയ്തു തരണ്ട. അല്ല പിന്നെ കൂട്ടുകാരെ മാർക്കറ്റിൽ നിന്ന് വരാണ്. അതെ അതെ, ചന്തയിൽ നിന്ന് വരിക. ഭാരം ചുമന്ന് മടുത്തു ഗംഭീറെ, അങ്ങനെ നിന്ന് പോയതാ. ഗംഭീരം എങ്ങോട്ടാ? ഞാൻ മാർക്കറ്റിലേക്ക്. എന്താ കോറെ വല്ലാണ്ട് സൈലന്റ് ആയിട്ട് നിക്കണത്? ഒന്നുമില്ല. ഒന്നുമില്ലാതൊന്നുമില്ല. അപ്പൊ എന്തൊക്കെ കാര്യണ്ടല്ലോ. ഈ പാവം കെട്ടെടുത്ത് മടുത്തു, അല്പം ചുമക്കോന്ന് കോവറോട് ചോദിച്ചു. അതിന് കോവർ ചൂടായി, അതാ പ്രശ്നം. അത്രയുള്ളോ? എന്റെ കോറ് ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? എന്നെ ഉപദേശിക്കണ്ട, എനിക്ക് പറ്റില്ല. എത്ര അതല്ല കോവറെ, ഒരു പരസ്പര സഹായം. ഇതൊക്കെ ഞാനെന്താ കോപ്പറേറ്റീവ് സൊസൈറ്റിയാ? എനിക്കാരുടെ സഹായം വേണ്ട, ഞാൻ ആർക്കൊരു സഹായവും ചെയ്യില്ല. അത്ര തന്നെ പൊക്കോടത്. അല്ല പിന്നെ കഷ്ടം കേട്ടോ. അതെ, ഞാൻ കപിലിനെ സഹായിക്കാം. അതൊന്നും വേണ്ട ഗംഭീർ, ഗംഭീറിന് മാർക്കറ്റിൽ പോകാനുള്ളതല്ലേ. അത് കുഴപ്പമില്ലെന്ന്, എനിക്കത്ര ധൃതിയൊന്നുമില്ല. വലിയ ഉപകാരം ഗംഭീർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്യണം. സാധനം പിടിച്ചേ അങ്ങനെ പോട്ടോട്. വളരെ ഉപകാരമുണ്ട് മോനെ, എന്നെ സഹായിക്കാൻ തോന്നിയതില്. ഇങ്ങനെയൊക്കെ അല്ലേ അമ്മയ്ക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? ഓ, ഇത്തരക്കാരെ ഒന്നും കാണാൻ ഇന്ന് ഭയങ്കര പാടാ. എല്ലാവർക്കും സ്വന്തം കാര്യം, പരസ്പര സ്നേഹം, സഹായം എല്ലാം എല്ലാരും മറന്നിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല അമ്മച്ചി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര് എല്ലാം ഇപ്പോഴുമുണ്ട്. നല്ല കാര്യം മക്കളെ, അങ്ങനെയുള്ളവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കാൻ അറിയാത്ത, സ്നേഹിക്കാൻ അറിയാത്ത, വേദന അറിയാത്തവരൊക്കെ ഈ കാട്ടിലുണ്ട്. അതെയോ? ഇന്നത്തെ കാലമല്ലേ. പറഞ്ഞത്
എന്നുദ്ദേശിച്ചായിരിക്കോ? അതെ, എന്നെ തന്നെ ഉദ്ദേശിച്ച പറഞ്ഞത്. അപ്പൊ അവൻ വെൽവെച്ചിനെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും അവൻ്റെത്. അയ്യടാ, ഒരു സഹായം ഒന്നിരിക്കരുത്, പൊക്കോടുന്നത്. എന്തായാലും എനിക്ക് പറ്റുള്ള ഒരു സഹായം വേണ്ട, ഞാൻ ആരും സഹായിക്കൂല, പോണത്. അല്ല പിന്നെ അറിഞ്ഞോ ഗംഭീറെ, നമ്മുടെ കോവർ കിടിലൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് കയറിയെന്ന് അറിഞ്ഞോ? ഓഹോ, എത്ര നാളുണ്ടാവുന്ന ആർക്കറിയാം. അതെ, ഭയങ്കര മടിയനാ. ഗംഭീര പറഞ്ഞത് നേരാ. എത്ര നാള് പിടിച്ചു നിൽക്കുമോ ആവോ. നമ്മള് മറ്റുള്ളവരെ സഹായിക്കുമ്പോ കളിയാക്കിയിരുന്ന ആള്. അതുപോലെയല്ലോ ഇത് കിടിലൻ മുതലാളിയെ സഹായിക്കുമ്പോൾ കാശ് കിട്ടില്ലേ? കാശൊക്കെ കിട്ടും, പക്ഷേ ആ മുതലാളി അല്പം മുൻകൂടിയ. എങ്കിൽ കോവറിന്റെ കാര്യം കട്ടപ്പുകയാ. പറഞ്ഞു ശരിയട്ട്, അധ്വാനിച്ച് കാശുണ്ടാക്കിട്ടാള്. അതെ, അധ്വാനത്തിന്റെ വില അവൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഇത്തവണ. കറക്റ്റ്. ഹലോ, ഞാനാ പപ്പീസേ. ഇവിടെ പ്രശ്ന, എനിക്ക് വയ്യ. അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാനിവിടുത്തെ മുൻഗരം പ്ലാൻ നേരടാ. എൻ്റെ പപ്പീസെ പണിയെടുത്ത് എനിക്ക് മടുത്തുട്ടാ. ഞാൻ ഓടിപ്പോവും തീർച്ച. അയ്യോ, പിടിക്കോ? എങ്കിൽ ഞാനിവിടെ തന്നെ നിന്നോളാം. അയ്യോ, വേണ്ട. എന്താ ഞാൻ എന്തായാലും കിടലിൽ സാറിൻ്റെ അടുത്ത് നിന്നോളാം. ഓക്കെ. എൻ്റെ ഈശ്വര, ഏത് നേരത്തെ ഇവിടെ ജോലിക്ക് വരാൻ തോന്നിയതാവും. സഹിക്കാതെ അല്ലാണ്ട് എന്താ ചെയ്യ? എൻ്റെ കാലക്കേട്. അയ്യോ, എൻ്റെ അമ്മ, വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര കാലായി. വസന്തം ക്ലബിന്റെ ഭാരവാഹികളുടെ കാലാവധി തീർന്നു. നമുക്ക് ഇലക്ഷൻ വെക്കണ്ടേ? പിന്നെ വേണ്ടേ? അയ്യോ, ആകെ തളർന്നു കിടക്കുകയാണല്ലോ. എന്നെ കൊണ്ട് പഠിപ്പിക്കല്ലേ, ആകെ പ്രശ്നമാണല്ലോ. വീട്ടിലേക്കുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നുട്ടാ. പാവം, ഭയങ്കര അധ്വാനമായിരുന്നെന്ന് തോന്നുന്നു. ജോലി എടുത്ത് തളർന്നു കാണും. നമുക്കേ കോവറെ രക്ഷിക്കാം.
അതെ അതെ അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ കിടിൽ സാറിന്റെ വീട്ടിലേക്ക് എത്തിക്കാം. അപ്പോ കോബ്ര എവിടെ പോയി എന്ന് ചോദിച്ചാൽ എന്താ പറയും? അത് ഞാൻ എന്തെങ്കിലും കള്ളം പറയാന്ന്? ഈ പാവത്തിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? അതെ അതെ. നിങ്ങൾ കോബ്രനെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ നോക്ക്. ശരി ശരി, എന്നാ നിങ്ങൾ സാധനങ്ങൾ എടുത്തു. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. കോവറെ ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് ചൊന്ന് കൊണ്ടുപോകാനാ? തയ്യോട്ട് ഇതിപ്പോ ഈ 2 കയ്യിൽ കൊളുത്തി. ഇനിയിപ്പോ ബാലൻസ് ചെയ്തിട്ട് ആകെ 2 ഷോൾഡർ ബാക്കിയുണ്ട്. കോവറെ കോവറെ ശരി, എന്താ പറ്റിയേ? സാരമില്ല കേട്ടോ, ഞങ്ങളെല്ലാരും ഉണ്ട്. കോവറെ ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇപ്പോ? സാരമില്ലെന്നേ. ഈ കോവറെ കിടിലം മുതലാളി നിന്ന് രക്ഷിക്കാനായിട്ട് എനിക്ക് ചെറിയൊരു കള്ളം പറയേണ്ടി വന്നു. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമാട്ടോ. നത്തിട്ട് കൂട്ടുകാരെ നത്തിട്ട് ആ വീട്ടിൽ എന്റെ ജീവിതം മെരിഞ്ഞു തീർന്നേനെ. കരയാതെ കോവറെ. നിങ്ങളുടെ സഹായം അതായിരുന്നു എന്റെ ജീവിതം. ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല കേട്ടോ. കോവറെ, നമ്മള് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക, അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവില്ലേ? മനസ്സിലായ കൂട്ടുകാരെ. എന്റെ ജീവിതത്തിൽ കുറച്ച് സമയം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി മാറ്റി വെക്കും. അത് നന്നായി കോവറെ. നമുക്ക് കിട്ടിയ ജീവിതം അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞാല് നമ്മളിവിടെ ജീവിച്ചതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ദൈവം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ അവസരം തന്നത് കൂടെയുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനായിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ദൈവാനുഗ്രഹം നിറഞ്ഞവരായി മാറുന്നത്. മനസ്സിലാക്കുന്നുണ്ട്? സഹൃദയരായ കൂട്ടുകാരിൽ നിന്നും ഇനി സമൃദ്ധി നൽകുന്ന വചനത്തിലൂടെ സഞ്ചരിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് ടിങ്കു. ഹായ് കൂട്ടുകാരെ. ഓക്കെ ടിങ്കു, എന്തൊക്കെയാ വിശേഷം? ഞാൻ ഇന്ന് വലിയ സന്തോഷം. എന്തിനാ എത്രമാത്രം സന്തോഷം? ഞങ്ങളുടെ സ്കൂളില് എന്താ സ്കൂളില് ആനിവേഴ്സറി. ആനിവേഴ്സറി ആണല്ലേ. അപ്പം നല്ല മത്സരങ്ങളൊക്കെ ഉണ്ടാവുമോ? ഓക്കെ, എന്തൊക്കെ മത്സരങ്ങളാണ് ഉള്ളത്? പാട്ട് മത്സരം ഉണ്ട്. പിന്നെ മത്സരം, പിന്നെ കഥാ മത്സരം, ചിത്രരചന. അപ്പം കളറിംഗ് മത്സരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കൂട്ടുകാരെ, നിങ്ങളുടെയും സ്കൂളിൽ ഒരുപക്ഷെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാനായിട്ട് കഴിയുന്ന സ്ഥലമാണ് ഇതെല്ലാം. ഓക്കെ, ടിങ്കു ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുക്കാനായിട്ട് പോകുന്നത്? പാട്ട് മത്സരത്തിലാണോ? ഓക്കെ, അപ്പം ടിങ്കു നല്ലൊരു പാട്ടുകാരനൊക്കെയാണ്. അപ്പം ടിങ്കു പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാ. എന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കറിയാം. ആണോ? നീ തന്നെ ജയിക്കുള്ളോ? ശുഭാപ്തി വിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാനൊന്നും പാടില്ല. ടിങ്കു എന്താ അങ്ങനെ പറയാൻ കാരണം? അതെന്താ അങ്ങനെ നീ പറഞ്ഞത്? വേറെ ആർക്കും പാടാനൊന്നും അറിയത്തില്ലേ? ഞാൻ നല്ല പാട്ടുകാരനാണെന്ന് എല്ലാരും പറഞ്ഞു. എല്ലാരും പറഞ്ഞു. പക്ഷേ ടിങ്കുവിനെ പോലെ കഴിവുള്ള വേറെ കൂട്ടുകാരും ഇല്ലേ? അതെനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പാടില്ല. ഞാൻ തന്നെ ജയിക്കും, അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മളും ടിങ്കുവിനെ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഞാൻ മാത്രമേ നല്ല പാട്ടുകാരനുള്ളൂ, ഞാൻ മാത്രമേ നന്നായി കഥ പറയുള്ളൂ, എന്നെപ്പോലെ സുന്ദരനായിട്ട് സുന്ദരിയായിട്ട് വേറെ ആരുമില്ല, അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ? ടിങ്കുവിനെ പോലെ. എന്താ തെറ്റെന്നോ? നമ്മുടെ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ കഴിവുകൾ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും നമ്മളുടെ പ്രശംസയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്കോ വേണ്ടി നാം നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിപ്പിൻ,
എന്നാൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തും. ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുവാനായിട്ട് സാധിക്കുക. എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. ഈ ചിന്താഗതിയാണ് താഴ്മയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, നല്ലൊരു ഇൻസ്ട്രുമെൻ്റ്, അത് കീബോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗിത്താർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിതം പാട്ടായിക്കോട്ടെ, ഇതിന് ഒരു സഹായമില്ലാതെ ഇതിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ പിന്നിൽ ഒരാളുടെ സഹായം വേണം. ഗിത്താറ് അത് വായിക്കാൻ അറിയുന്ന ഒരാളുടെ സഹായം വേണം. അതിന് തനിയെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ സഹായിക്കുമ്പോൾ അതിലൂടെ നല്ല സംഗീതം പുറത്തു വരും. നമ്മൾക്ക് ദൈവം ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഈ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നീ ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം. അതെ, പന്തയം വെച്ചതാണ്. അതിൽ ആരാ ജയിച്ചത്? ശരിയാണ്, ആമയാണ് ജയിച്ചത്. പക്ഷെ ശരിക്കും നല്ല ഓട്ടക്കാരൻ ആരായിരുന്നു? പക്ഷെ എന്തുകൊണ്ട് ആമ ജയിച്ചത്? ആ മുയൽ ഉറങ്ങിപ്പോയി അല്ലേ? പക്ഷേ ഉറങ്ങിയതിനൊരു കാരണമുണ്ട്. അവൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ തന്നെ ജയിക്കുകയുള്ളൂ, എന്നെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. പക്ഷേ അവൻ്റെ ഉറക്കം അവനെ തോൽപ്പിച്ചു കളഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഒരുപക്ഷെ നമുക്ക് പല കഴിവുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ നമ്മുടെ അഹങ്കാരം നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൈക്കീഴിൽ നാം താണിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും തെറ്റായിപ്പോയി. ദൈവസന്നിധിയിൽ താഴ്മയോടെ മത്സരിച്ചാൽ ദൈവം നമുക്ക് വിജയം തരും. നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനായിട്ട് പറ്റും. നല്ല പാട്ടുകാരനൊക്കെയാണ്, പക്ഷേ അന്നൊരു പനി വന്നാൽ ശരിക്കും പാടാൻ പറ്റുമോ? ഇല്ല. ഒരു തൊണ്ടവേദന വന്നാൽ പാടാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിനൊക്കെ ആര് കൃപ നൽകണം? ദൈവം തരണം. അപ്പം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? അറിയരുത്. ഓക്കെ കൂട്ടുകാരെ, ദൈവം തന്ന കഴിവുകളിൽ നാം തീർച്ചയായിട്ടും അഭിമാനിക്കണം. പക്ഷേ അതിൽ അഹങ്കരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ നിരാശ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരുന്ന് നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒത്തുചേരൽ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. രസക്കൂട്ടുകൾ നിറഞ്ഞ അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെ വിട.